പല തരത്തിലുള്ള പേടികൾ, ഭയങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട്. 6 വയസ്സുള്ള ഒരു കുഞ്ഞ് കുട്ടിക്ക് ചിത്രശലഭത്തെ കണ്ടാൽ പേടി. സത്യത്തിൽ ഈ കുട്ടിക്ക് ചിത്രശലഭത്തിനോടുള്ള പേടിയാണോ? ഒരിക്കലുമല്ല. പക്ഷെ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്ന മറ്റൊരു ഭയം റിലേറ്റ് ചെയ്തിട്ട് ചിത്രശലഭത്തെ കാണുമ്പോൾ ചിത്രശലഭം പറന്ന് ഈ കൊച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് കടന്നങ്ങ് പേടിച്ച് ഭയപ്പെട്ട് നിലവിളിച്ച് ഓടി ഒളിക്കുകയാണ്. വല്ലാത്ത ഭയപ്പാട്. അതുപോലെ മറ്റൊരു 8 വയസ്സുള്ള ഒരു കുഞ്ഞ് വെടി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പേടി. പിന്നെ ഈ കൊച്ചു എവിടെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. എവിടെയോ പോയി ഒളിഞ്ഞ് ഭയന്ന് വിയർത്ത് വല്ലാത്ത മാനസികാവസ്ഥയിൽ ആയിപ്പോകും. വെടിയൊച്ചയുടെ ശബ്ദം കേട്ടാൽ ഈ കൊച്ചിന്റെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം, ഇതിന് ഡോഗ് ഫിയർ എന്നാണ് പറയുക. ഈ പട്ടികൾക്ക് വെടി പേടിയാണ്. തെരുവിലെ നായ ഓടിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് പടക്കം പൊട്ടിച്ച് അതിനെ പേടിപ്പിച്ച് വിട്ടാൽ മതി. പിന്നെ ആ പരിസരത്ത് വരില്ലെന്നാണ് പറയുക. പട്ടിക്ക് ഇങ്ങനൊരു ഭയമുണ്ട്. സൗണ്ട്, ഇത്തരം സൗണ്ട്സ് ഭയങ്കര ഭയപ്പാടാണ് പട്ടിക്ക് ഈ വെടി ഒച്ച. മനുഷ്യന്റെ ഉള്ളിലും ഇങ്ങനെ പല തരത്തിലുള്ള ഭയപ്പാടുകൾ, പേടികൾ സാങ്കല്പികമായിട്ടും എന്നാൽ ചിലരുടെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതൽ ഏതോ പ്രായത്തിലോ മറ്റോ ഒളിഞ്ഞു കിടക്കുന്ന, ഹിഡൻ ആയിട്ട് ഹൈഡ് ചെയ്ത് കിടക്കുന്ന പേടികൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യാം. കാരണം ഇത്തരം ഭയപ്പാടുകൾ, ഇത്തരം പേടികൾ ഉള്ളിൽ കിടന്നിട്ട് ഇവരിൽ ഭയങ്കരമായ സെൻസിറ്റിവിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് സൈക്കോളജിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡീസെൻസിറ്റൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഏത് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന എത്തരം പേടിയും ഭയപ്പാടുകളും നമുക്ക് സിമ്പിളായിട്ട് കളയാം. ചിലർക്ക് പ്ലെയിനിൽ കയറാൻ പേടി, ചിലർക്ക് ലിഫ്റ്റിൽ കയറാൻ പേടി, ചിലർക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടി. ഇതെല്ലാം അടിസ്ഥാനമായിട്ട് അവരുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന, ചിലർക്ക് കുളിക്കാൻ തന്നെ പേടിയാണ് ഷവറിന്റെ കീഴിൽ നിന്ന്. അങ്ങനെ ഒരുപാട് തരം പേടികൾ മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പുറമേ കാണുന്ന ധൈര്യശാലി എന്ന് നമ്മൾ കരുതുന്നവരൊക്കെ പല തരത്തിലുള്ള പേടിയും ഭയപ്പാടും ഒളിപ്പിച്ച് വെച്ച് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഒരുവിധം എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ചില പേടികൾ, ചില ഭയങ്ങൾ ഉണ്ട്. ചിലതെല്ലാം നമ്മുടെ ജന്മവാസനയായിട്ട്, ജനിതകമായിട്ടും DNA-യിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ഇത്തരം പേടി, ഭയപ്പാട് ഒരു മരുന്നുമില്ലാതെ, യാതൊരു ഔഷധ പ്രയോഗവുമില്ലാതെ സുരക്ഷിതമായിട്ട് കണ്ടെത്തി മാറ്റാം. അതിന് നമുക്കിവിടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ അതിനനുസരിച്ചുള്ള സൈക്കോളജി, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി തുടങ്ങിയ ടെക്നിക്സുകൾ, മോഡാലിറ്റീസ്, സിസ്റ്റംസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പേടി എങ്ങനെ ആരംഭിച്ചു, ഏത് പ്രായത്തിൽ തുടങ്ങി,
എന്താണ് അതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഏത് സാഹചര്യം എന്നതൊക്കെ നമുക്ക് കണ്ടെത്തി പുറത്ത് കളയാം. അതിന് നിങ്ങൾ മുഖത്തിലയിലെ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരും. എങ്കിൽ ഈ ഭയപ്പാടൊക്കെ നമുക്ക് മാറ്റാം. 9605743596 ആണ് എൻ്റെ നമ്പർ. ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. നിങ്ങൾക്ക് വിളിച്ചിട്ട് തീർച്ചയായിട്ടും പേടി മാറ്റാം, ഭയപ്പാടുകൾ ഇല്ലാതെയാക്കാം, ധൈര്യപൂർവ്വം ജീവിതത്തെ നയിക്കാം. വരിക, വെൽക്കം, വരിക.